يجاوزهن بر ولا فاجر وبالأسماء الله الحسنى ما علمت منها وما لم أعلم من شر ما خلق وما رأى ودرى. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. പ്രിയമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ബറക്കത്തുകൊണ്ട് ഈ പള്ളിക്ക് ചുറ്റും ബന്ധുവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഒരു യാത്രയിലാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വിഭവങ്ങൾ തേടി കടലും കരയും ആകാശവും കടന്ന് നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന യാത്രികനാണ്. നമ്മുടെ യാത്രയ്ക്ക് വേണ്ടി നമ്മളൊക്കെ വാഹനങ്ങൾ സൗകര്യപ്പെടുത്താറുണ്ട്. ഭൗതികപരമായ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രകൾക്ക് വേണ്ടി വിലപിടിപ്പുള്ള ലക്ഷങ്ങൾ വിലമതിക്കുന്ന വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് നാം ഒക്കെയും. എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ നശ്വരമായ ദുനിയാവിൽ വാഹനങ്ങൾ ഏർപ്പെടുത്തി സുഖസൗകര്യങ്ങൾ ഏർപ്പെടുത്തി ജീവിക്കാനുള്ളവനല്ല ഒരു സത്യവിശ്വാസി. അവന്റെ ജീവിതം നാളെ പരലോകത്തേക്കുള്ള വാഹനം തയ്യാറാക്കുന്നതിനായിരിക്കണം ഒരു സത്യവിശ്വാസി ജാഗ്രത പാലിക്കേണ്ടത്. തൻ്റെ ജീവിതത്തിൽ നാളെ പരലോകത്ത് സുഖസുന്ദരമായി യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് സത്യവിശ്വാസി എപ്പോഴും സജ്ജരായിരിക്കേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസം നമ്മിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തെ കോടാനുകോടി ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യന്മാർ തവാഫ് ചെയ്യുമ്പോൾ, ഹജ്ജ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ അവരോട് മനസ്സുകൊണ്ട് കൂറ് പുലർത്തണം. നമ്മുടെ പരലോക യാത്രക്കുള്ള വാഹനം തയ്യാറാക്കാൻ നമ്മൾ തയ്യാറാകണം. അതാണ് ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്ന മഹത്തായ കർമ്മം. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരലോകത്തിലെ യാത്രക്ക് വേണ്ടി പ്രത്യേകം സജ്ജമാക്കുന്ന വാഹനങ്ങളാണ് ഉദ്ഹിയ്യത്ത് അറുക്കുന്ന മൃഗങ്ങൾ എന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. ഉദ്ഹിയ്യത്ത് എന്നത് വളരെ പുണ്യമായ കർമ്മമാണ്. ഒരിക്കലും ഒരു സത്യവിശ്വാസിക്ക് ഒഴിവാക്കാൻ കഴിയാത്ത തരത്തിലുള്ള വളരെ പുണ്യമായ പ്രവർത്തനമാണ് ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത്. ഉദ്ഹിയ്യത്ത് ഒരു സമർപ്പണമാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രിയപുത്രനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഴുത്തിൽ കത്തിവെച്ച് ഒരുപിടുന്ന നേരത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന ആടിനെ ഇറക്കി കൊടുത്തത് മുതൽ ഉദ്ഹിയ്യത്ത് എന്ന് നമുക്ക് ശർആക്കപ്പെട്ട നമ്മുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയാണ് ഉദ്ഹിയ്യത്ത്. ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മാ മിൻ അമലി ബിനി ആദമ യൗമൻ നഹി അമലൻ അഹബ്ബു ഇലല്ലാഹി മിൻ ഹറാഖതി ദം. പെരുന്നാൾ ദിവസം, ബലിപെരുന്നാളിന്റെ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തന്റെ അടിമയിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫലം, ഇഷ്ടപ്പെട്ട അമല് എന്ന് പറയുന്നത് രക്തമൊലിപ്പിക്കലാണ്. ബലിമൃഗത്തെ അല്ലാഹുവിന് വേണ്ടി അറുക്കുക എന്നതാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത് സുന്നത്ത് മുഅക്കദത്തായ ശക്തമായ സുന്നത്തുള്ള പുണ്യകർമ്മമാണ്. ശാഫിഈ മദ്ഹബിൽ ശക്തമായ സുന്നത്ത് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആർക്കാണ് ഉദ്ഹിയ്യത്ത് ശക്തമായ സുന്നത്താകുന്നത്? പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നു. പെരുന്നാൾ ദിവസത്തിന്റെ രാവിലും
പകലിനും തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ തന്റെ ഭാര്യമാർ, തന്റെ മക്കൾ എന്നിവരുടെയും ചെലവ് കഴിച്ച് ഉളുഹിയ്യത്തറുക്കാൻ മൃഗം വാങ്ങാൻ, ഉളുഹിയ്യത്തിന്റെ മൃഗം വാങ്ങാൻ കഴിവുള്ള ആളുകൾ, അഥവാ പെരുന്നാൾ ദിവസം തനിക്കും തന്റെ ഭാര്യ മക്കൾക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്കും ചെലവ് കൊടുക്കാനുള്ള പണം കഴിച്ച് ഉളുഹിയ്യത്തിന്റെ മൃഗമായ ഒരു മൃഗത്തെ അല്ലെങ്കിൽ ഉളുഹിയ്യത്തിന്റെ 7 ഷെയറിൽപ്പെട്ട 7 അംശം വാങ്ങാൻ, അഥവാ 10,000 രൂപ നമ്മുടെ കയ്യിൽ മിച്ചമുണ്ട് എങ്കിൽ ഉളുഹിയ്യത്തറുക്കൽ ശക്തമായ സുന്നത്താണ് എന്ന് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ ഉളുഹിയ്യത്തറുക്കാൻ ശ്രദ്ധരാവണം. കാരണം ഉളുഹിയ്യത്ത് എന്നത് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോ നമുക്കുള്ള വാഹനമാണ്. നമുക്ക് നാളെ സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ കടന്നു ചെല്ലുമ്പോ ഏറ്റവും കൂടുതൽ നമുക്കതിന്റെ പുറത്തു കയറി വാഹനം കയറാൻ നമുക്ക് കഴിയുമെന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അംദിമു സിഹായാക്കും, നിങ്ങൾ ബഹായാക്കും, നിങ്ങൾ നിങ്ങളുടെ ഉളുഹിയ്യത്തിന്റെ മൃഗങ്ങളെ നിങ്ങൾ ബഹുമാനിക്കുക, ആദരിക്കുക. കാരണം ഫഇന്നഹാ അലസ്സിറാത്തി മതായാക്കും, നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഒരു മുടിയെ 7 കഷ്ണങ്ങളാക്കി മുറിച്ചു വെച്ച സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ സഞ്ചരിക്കാൻ നിങ്ങളുടെ വാഹനങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചിട്ടുള്ളത് നിങ്ങളുടെ ഉളുഹിയ്യത്തിന്റെ മൃഗങ്ങളാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാളെ പരലോകത്തേക്ക്, സ്വർഗ്ഗത്തിലേക്ക് നമ്മുടെ വഴി നടത്തേണ്ട വാഹനമാണ് നമ്മുടെ ഉളുഹിയ്യത്തിന്റെ മൃഗം. അതുകൊണ്ട് പ്രിയമുള്ള സത്യവിശ്വാസികൾ, കഴിവുള്ള ആളുകളൊക്കെ ഉളുഹിയ്യത്തിൽ പങ്കെടുക്കണം. ഹബീബായ നബി തങ്ങൾ പറയുന്നു, വഇന്നഹു ലയതി യൗമൽ ഖിയാമത്തി ബഖറുൻ, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഖിയാമത്ത് നാളിൽ ഉളുഹിയ്യത്തറുത്ത നമ്മുടെ മൃഗം കടന്നു വരും. ഉളുഹിയ്യത്തറുത്ത നമ്മുടെ മൃഗം കടന്നു വരുമ്പോൾ അതിന്റെ തൊടിയുണ്ടാകും, അതിന്റെ എല്ലുകളുണ്ടാകും, എല്ലാം ഉണ്ടാകും. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഇന്നദ്ദമ ലയഖഉ മിനല്ലാഹി അസ്സ വജല്ല ബിമകാനിൻ ഖബല യഖഅലൽ അർള്, ഭൂമിയിൽ നമ്മളിവിടെ ഭൂമിയിൽ വെച്ചുകൊണ്ട് ഒരു ബലിമൃഗത്തെ അറുക്കുമ്പോ ആ ബലിമൃഗത്തിന്റെ ശരീരത്തിൽ നിന്ന് ഒന്നാമത്തെ തുള്ളി രക്തം ഉറ്റി വീഴുമ്പോ അതിനു മുമ്പേ ആ രക്തം അല്ലാഹുവിന്റെ മുമ്പിൽ ഉറ്റി വീഴിരിക്കും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം രേഖപ്പെടുത്തി വെച്ചിരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉളുഹിയ്യത്തിന്റെ മാസമാണ് കടന്നു വരാൻ പോകുന്നത്. ഉളുഹിയ്യത്ത് അറുക്കാൻ കഴിവുള്ളവരൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വിദാഇന്റെ അന്ന് 100 ഒട്ടകങ്ങളെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉളുഹിയ്യത്ത് അറുത്തു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഹദീസിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഅന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹറ ബിയദിഹിൽ കരീമത്തി 63 ബദന, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വന്തം കൈകൊണ്ട് 63 ഒട്ടകങ്ങൾ അറുത്തു. ബാക്കി 27 ഒട്ടകങ്ങൾ അറുക്കാൻ വേണ്ടി മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് കൽപ്പിച്ചുവെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഹബീബായ നബി തങ്ങൾ ആരായിരുന്നു? അരപ്പട്ടിണിയും മുഴുപട്ടിണിയുമായി കഴിഞ്ഞ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ വിശപ്പ് സഹിച്ചുകൊണ്ട് വയറ്റിന് മുകളിൽ 2 കല്ല് വെച്ച് കെട്ടിയ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഒരു ബലിപെരുന്നാളിന്റെ ദിവസം 100 ഒട്ടകങ്ങൾ അറുത്തത് എന്ന് ചരിത്രം വളരെ കൃത്യമായി രേഖപ്പെടുത്തുമ്പോൾ പരമദരിദ്രനായി ജീവിച്ച ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 ഒട്ടകങ്ങൾ അറുത്തുവെങ്കിൽ നമ്മളൊക്കെ കഴിവുള്ളവരാണ്, സാമ്പത്തികമായി പുരോഗതിയുള്ളവരാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സുന്നത്തിനെ ഇത്തിബാഅ ചെയ്യാൻ, ആ സുന്നത്തിനെ പിന്തുടരാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ഉളുഹിയ്യത്ത് അറുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നിയ്യത്ത് നന്നാക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിങ്ങളുടെ ഇറച്ചി വേണ്ട, നിങ്ങൾ അറുക്കുന്ന ബലിമൃഗത്തിന്റെ രക്തം അല്ലാഹുവിന് വേണ്ട.
അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, അല്ലാഹുവിന്റെ സമീപത്തേക്ക് എത്തുന്നത് നിങ്ങളുടെ ഹൃദയ വിശുദ്ധിയാണ്. നിങ്ങൾ എന്ത് വിചാരിച്ചുകൊണ്ടാണോ ഉദ്ഹിയ്യത്ത് അറുക്കുന്നത്, എന്ത് നിയ്യത്താണോ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്, ആ നിയ്യത്താണ് ഏകനായ പടച്ച തമ്പുരാന്റെ മുമ്പിൽ എത്തുക എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദ് തീകുണ്ടത്തിലിട്ടു കത്തിച്ച ചരിത്രം നമുക്കൊക്കെ അറിയാം. വഖൂലി അലാ ഇബ്രാഹിമ ബർദം വസലാമ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തണുപ്പും സുരക്ഷയുമാവണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചപ്പോൾ കത്തിജ്വലിക്കുന്ന സൂര്യൻ, കത്തിജ്വലിക്കുന്ന തീ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തണുപ്പായി മാറി എന്ന് വിശുദ്ധമായ ഖുർആൻ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തണുപ്പായി മാറിയപ്പോ ഇത് കണ്ട് അത്ഭുതപ്പെട്ട നമ്രൂദ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ബലിയറുത്തു എന്ന് ചരിത്രത്തിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ബലിയർപ്പിച്ചു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഐശ്വര്യം നൽകിയപ്പോ, തീയിൽ നിന്ന് സുരക്ഷ നൽകിയപ്പോ അത് കണ്ട് അത്ഭുത പരതന്ത്രനായ നമ്രൂദ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ബലിയറുത്തു എന്ന് ചരിത്രത്തിൽ കാണാം. എന്നാൽ ചരിത്രം രേഖപ്പെടുത്തുന്നു ഫലം യൻഫഉഹു, ആ ബലിയറുക്കൽ നമ്രൂദിന് ഉപകാരപ്പെട്ടില്ല. എന്തേ കാരണം? ലിസ്റാറിഹി അലാ ഇൻതികാദിഹി വഅലാ സൂഇ ഖുലുഖിഹി, നമ്രൂദ് അപ്പോഴും തന്റെ ചീഞ്ഞളിഞ്ഞ വിശ്വാസത്തിന്റെ മേലായിരുന്നു. നമ്രൂദിന്റെ നിയ്യത്ത് ശരിയായിരുന്നില്ല, നമ്രൂദിന്റെ ഉദ്ദേശം ശരിയായിരുന്നില്ല. അതുകൊണ്ട് നമ്രൂദിനെ അല്ലാഹു ഉദ്ഹിയ്യത്ത് അദ്ദേഹത്തിന്റെ ബലിദാനം സ്വീകരിച്ചില്ല എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ചെയ്യേണ്ടത് ഉദ്ഹിയ്യത്ത് അറുക്കാൻ ബദ്ധശ്രദ്ധരാവണമെന്നതാണ്. ഒരാളുടെ കയ്യിൽ 10,000 രൂപയുണ്ട്. എന്നാൽ ആ 10,000 രൂപ സ്വതക്ക ചെയ്യലാണോ അതോ ഉദ്ഹിയ്യത്ത് അറുക്കലാണോ ശ്രേഷ്ഠത എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതിനാണ് ശ്രേഷ്ഠത എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഒരാളുടെ കയ്യിൽ 10,000 രൂപയുണ്ട്. ആ 10,000 രൂപ കൊണ്ട് ഉദ്ഹിയ്യത്തിന്റെ ഒരു ഷെയറിൽ പങ്കാളിയാവാം. അയാൾ എന്താണ് ചെയ്യേണ്ടത്? അയാൾ ആ 10,000 രൂപ ഒരാൾക്ക് സ്വതക്ക ചെയ്യാനാണോ നല്ലത്, അതോ ഉദ്ഹിയ്യത്തിൽ പങ്കാളിയാവാനാണോ ഏറ്റവും നല്ലത്? ഏറ്റവും അഫ്ളൽ ഏതാണ് എന്ന് മഹാന്മാരായ ഫുഖഹാ ചർച്ച ചെയ്യുന്നുണ്ട്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു ആ മനുഷ്യന് ഏറ്റവും അഫ്ളലുള്ളത് അവൻ ഉദ്ഹിയ്യത്തിൽ പങ്കുചേരലാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കിതാബുകളിൽ, ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. നമ്മൾ ഉദ്ഹിയ്യത്ത് അറുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉദ്ഹിയ്യത്ത് ആട്, മാട്, ഒട്ടകം എന്നീ 3 മൃഗങ്ങളിലെ ഉദ്ഹിയ്യത്ത് അറുക്കൽ ശരിയാവുകയുള്ളൂ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. ഉദ്ഹിയ്യത്ത് അറുക്കുമ്പോൾ നെയ്യാടാണെങ്കിൽ നെയ്യാടിന് 1 വയസ്സ് പൂർത്തിയാവണം, അല്ലെങ്കിൽ 6 മാസം പൂർത്തിയാവണം. 6 മാസത്തിനു ശേഷം അതിന്റെ പല്ല് കൊഴിഞ്ഞു പോകണം. മുൻപല്ല് കൊഴിഞ്ഞു പോയ 6 മാസം പ്രായമായ അല്ലെങ്കിൽ 1 വയസ്സ് പ്രായമായ നെയ്യാടിനെയാണ് ഉദ്ഹിയ്യത്ത് അറുക്കേണ്ടത്. എന്നാൽ കോലാടാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയായ കോലാടിനെയാണ് ഉദ്ഹിയ്യത്ത് അറുക്കേണ്ടത്. അതുപോലെ തന്നെ മാടാണെങ്കിൽ പോത്ത്, കാള, പശു എന്നീ ഇനങ്ങളാണ് അറുക്കുന്നത് എങ്കിൽ 2 വയസ്സ് പൂർത്തിയായിരിക്കണം. ഒട്ടകമാണ് ഉദ്ഹിയ്യത്ത് അറുക്കുന്നത് എങ്കിൽ 5 വയസ്സ് പൂർത്തിയാകണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഫുഖഹാ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഏറ്റവും അഫ്ളലായ ഉദ്ഹിയ്യത്ത്, ഏറ്റവും അഫ്ളൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു വെളുത്ത നിറമുള്ള മൃഗത്തെ അറുക്കലാണ് ഏറ്റവും അഫ്ളൽ. ഏറ്റവും ഉത്തമം വെളുത്ത നിറത്തിലുള്ള മൃഗത്തെ അറുക്കലാണ്. അതിന് കഴിയില്ല എങ്കിൽ മഞ്ഞ നിറം, അതിനും കഴിയില്ല എങ്കിൽ മങ്ങിയ വെള്ള നിറമുള്ള മൃഗത്തെയാണ് അറുക്കേണ്ടത്. അതിനും കഴിയില്ലെങ്കിൽ ചുവപ്പ് നിറമുള്ള മൃഗത്തെയാണ് അറുക്കേണ്ടത്. അതിനും കഴിയില്ല എങ്കിൽ വെളുപ്പും കറുപ്പും കൂടിയ മൃഗത്തെയാണ് അറക്കേണ്ടത്. ഇതാണ് ശ്രേഷ്ഠതയുടെ രൂപമെന്ന് മഹാന്മാരായ ഫുഖഹാ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തെ വാങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ന്യൂനതകൾ വരാത്ത മൃഗങ്ങളായിരിക്കണം. ചെവി മുറിഞ്ഞതിനെ പറ്റില്ല. മാംസം ചുരുങ്ങുന്ന വിധത്തിൽ മെലിഞ്ഞതായ രോഗമുള്ള മൃഗത്തെ അറുക്കാൻ പറ്റില്ല. വ്യക്തമായ മുടന്തുള്ള മൃഗത്തെ പറ്റില്ല. മെലിഞ്ഞ് മജ്ജ നശിച്ച മൃഗത്തെ അറുക്കാൻ പറ്റില്ല. കാഴ്ചയില്ലാത്ത മൃഗത്തെ അറുക്കാൻ പറ്റില്ല. രോഗമുള്ള മൃഗത്തെയും അറുക്കാൻ പറ്റില്ല. ആരോഗ്യമുള്ള നല്ല എല്ലാവിധ ഗുണങ്ങളുമുള്ള മൃഗത്തെയാണ് ഉദ്ഹിയ്യത്ത് അറുക്കേണ്ടതെന്ന് മഹാന്മാരായ ഫുഖഹാ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഉദ്ഹിയ്യത്ത് അറുക്കുമ്പോൾ മരണപ്പെട്ട ഉപ്പയുടെ പേരിൽ അല്ലെങ്കിൽ മരണപ്പെട്ട ഉമ്മയുടെ പേരിൽ
ഉദ്ഹിയത്ത് അറുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മഹാന്മാരായ ഫുഖഹാ രേഖപ്പെടുത്തി വെക്കുന്നു, മരണപ്പെടുന്ന വ്യക്തി ഏതൊരു വ്യക്തിയുടെ പേരിലാണ് നമ്മൾ ഉദ്ഹിയത്ത് അറുക്കുന്നത്, ആ വ്യക്തി മരണപ്പെടുന്നതിന്റെ മുമ്പ് എന്റെ പേരിൽ നീ ഉദ്ഹിയത്ത് അറുക്കണമെന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട് എങ്കിൽ മരണപ്പെട്ടു പോയ വ്യക്തിയുടെ പേരിൽ ഉദ്ഹിയത്ത് അറുക്കാം. അല്ലാതെ വസിയത്ത് ചെയ്തിട്ടില്ല എങ്കിൽ ഒരു വ്യക്തിയുടെ പേരിൽ, നമ്മുടെ ഉമ്മയുടെ പേരിൽ, ഉപ്പയുടെ പേരിൽ, മരിച്ചുപോയ ഉമ്മയുടെ ഉപ്പയുടെ പേരിൽ ഉദ്ഹിയത്ത് അറുക്കാൻ പാടില്ല എന്നാണ് ശാഫിഈ മദ്ഹബുള്ളത്. എന്നാൽ നമ്മൾ മറ്റുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പോലെ നല്ല പുണ്യകരമായ കർമ്മങ്ങൾ ചെയ്യാറുണ്ട്, അത് ഹദിയ ചെയ്യാറുണ്ട്. ഖുർആൻ ഓതി നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബക്കാർക്ക് ഹദിയ ചെയ്യാറുണ്ട്, സ്വതക്ക ചെയ്ത് നമ്മുടെ മരണപ്പെട്ടു പോയ കുടുംബങ്ങൾക്ക് ഹദിയ ചെയ്യാറുണ്ട്. അതുപോലെ ഉദ്ഹിയത്ത് അറുത്ത് അതിന്റെ പ്രതിഫലം നമ്മുടെ കുടുംബക്കാർക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾക്ക് ഹദിയ ചെയ്യുന്നതിന് വിരോധമില്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. മാത്രമല്ല അതുപോലെ തന്നെ ഉദ്ഹിയത്തിൽ പങ്കെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഷെയർ എന്ന് പറയുന്നത്. ഒരു മൃഗത്തിൽ 7 പേർക്കാണ് ഷെയർ ആവാൻ കഴിയുക. ആടാണ് അറുക്കുന്നതെങ്കിൽ ഷെയർ ആവാൻ കഴിയില്ല. മാടിനോ ഒട്ടകത്തിലോ ആണ് ഷെയർ ആവാൻ കഴിയുക. 7 പേർക്കാണ് ഷെയർ ചേരാൻ കഴിയുക. ഒരു മൃഗത്തിൽ 7 പേർ ഷെയർ ആവുക. എന്നാൽ 14 ആളുകൾ കൂടി 2 മൃഗത്തിൽ ഷെയർ ആവുക എന്ന പരിപാടി ഇസ്ലാം ഷാഫിഈ മദ്ഹബ് അംഗീകരിക്കുന്നില്ല. 14 ആളുകൾ കൂടി 2 മൃഗത്തിൽ ഷെയർ ആവുക എന്നത് പറ്റില്ല. 7 ആളുകൾ കൂടി 1 മൃഗത്തിൽ ഷെയർ ആവാം എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. 7-നേക്കാൾ ചുരുങ്ങാം, അതിന് പ്രശ്നമില്ല. 7-നേക്കാൾ ചുരുങ്ങുന്നതിന് പ്രശ്നമില്ല. 7-നേക്കാൾ കൂടാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ ഫുഖഹാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഒരാൾക്ക് തന്റെ മകന്റെ പേരിൽ അഖീഖത്ത് അറുക്കണം, അഖീഖത്ത് അറുത്തിട്ടില്ല, തന്റെ മകൻ ജനിച്ചപ്പോൾ അഖീഖത്ത് അറുത്തിട്ടില്ല. എന്നാൽ ഉദ്ഹിയത്തിനോടുകൂടെ അഖീഖത്തിനെയും കരുതാവുന്നതാണ് എപ്പോൾ അവൻ 7 ആളുകൾ ഷെയർ കൂടിയ മൃഗമല്ല എങ്കിൽ. ഒറ്റക്കൊരാൾ ഒരു മൃഗം അറുക്കുകയാണ്, ഒറ്റക്കൊരു മൃഗം അറുക്കുകയാണ്, ആടല്ലാത്ത മൃഗം അറുക്കുകയാണ്, ആടിനെ പറ്റൂല, ആടല്ലാത്ത ഏതെങ്കിലും മൃഗം അറുക്കുകയാണെങ്കിൽ തന്റെ മകന്റെ പേരിൽ അഖീഖത്ത് ഉണ്ടെങ്കിൽ ആ അഖീഖത്തും ഉദ്ഹിയത്തും പാടെ വിചാരിച്ചുകൊണ്ട് അറുക്കാവുന്നതാണ്. എന്നാൽ ആടിന് പറ്റില്ല. മാത്രമല്ല 7 ആളുകൾ കൂടായ ഉദ്ഹിയത്താണെങ്കിൽ ആ ഉദ്ഹിയത്തും അഖീഖത്തും ഒപ്പം കരുതാൻ പാടില്ല. എന്നാൽ ഒരു മൃഗത്തിൽ തന്നെ 2 ഷെയർ എടുത്തു, ഒരു മൃഗത്തിൽ തന്നെ 2 ഷെയർ എടുത്തുകൊണ്ട് ഒരു പങ്കാളിയായാൽ അവന് ഒന്നുകൊണ്ട് ഉദ്ഹിയത്തും ഒന്നുകൊണ്ട് അഖീഖത്തും കരുതാവുന്നതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഉദ്ഹിയത്തിന്റെ ഭാഗമാക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, യാ ഫാത്തിമ ഖൂമി യാ വഹിയതിക, ഓ ഫാത്തിമ, എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ, നീ ഉദ്ഹിയത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുക. നിന്റെ ഉദ്ഹിയത്തിന്റെ മൃഗമാക്കുമ്പോ ആ മൃഗത്തിന്റെ സമീപത്തേക്ക് നീ ചെല്ലുക. ആനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഫഇന്ന ലക ബികുല്ലി ഖത്റത്തിൻ തഖ്തുറു മിൻ ദമിഹാ അയ്യഗ്ഫിറല്ലാഹു ലക മാ സലഫ മിൻ ദംബിക. നീ അറുക്കുന്ന ഉദ്ഹിയത്തിന്റെ മൃഗത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം ഭൂമിയിലേക്ക് വീണാൽ ഓരോ തുള്ളി രക്തത്തിന്റെയും അളവനുസരിച്ച് നീ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദിയായ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞപ്പോൾ ഫാത്തിമ ബിബി ചോദിച്ചു, നബിയെ, ഫഖാലത്ത് യാ റസൂലല്ലാഹ് അലനാ ഖാസ്സ മിൻ അഹ്ലി ബൈതിക ഔ ലനാ വലിൽ മുസ്ലിമീൻ. ഹബീബായ നബിയെ, ഈ പ്രത്യേകത ഉദ്ഹിയത്തിന്റെ മൃഗത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം ഭൂമിയിലേക്ക് വീണാൽ മുഴുവൻ പാപങ്ങളും പൊറുക്കുന്നതായ ശ്രേഷ്ഠത എനിക്ക് മാത്രം പ്രത്യേകമായതാണോ, അങ്ങയുടെ കുടുംബത്തിന് മാത്രം പ്രത്യേകമായതാണോ, അതോ എല്ലാ മുസ്ലിമീങ്ങൾക്കും ആ പ്രത്യേകതയുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബല്ലനാ വലിൽ മുസ്ലിമീൻ, അത് നമുക്ക് മാത്രമുള്ളതല്ല, എല്ലാ സത്യവിശ്വാസികൾക്കും അതിന് അവകാശമുണ്ട്. ഏത് സത്യവിശ്വാസിയും ഉദ്ഹിയത്തറുത്താൽ, അല്ലാഹുവിന്റെ വചനത്തിന് വേണ്ടി ഉദ്ഹിയത്തറുത്താൽ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ആ മൃഗത്തിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഉറ്റി വീണാൽ ആ രക്തത്തിന്റെ അളവനുസരിച്ച് അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഉദ്ഹിയത്തറുക്കാൻ ശ്രമിക്കണം. നബി തങ്ങൾ പറയുന്നു, طيبة بها نفسه محتسبا كانت له حجابا من النار.
ഒരാൾ അല്ലാഹുവിന്റെ കൂലി വിചാരിച്ച് അല്ലാഹുവിൽ നിന്ന് കൂലി വിചാരിച്ച് ആരെങ്കിലും ഒരാൾ ഉളുഹിയത്ത് എടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മൃഗത്തെ അവന്റെ നരകീയ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു മറയാക്കി വെക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സത്യവിശ്വാസികളെ, നമ്മുടെ ഉളുഹിയത്തിൽ ഭാഗമാക്കണം. ഈ മഹല്ലിൽ ഉളുഹിയത്ത് നടക്കുമ്പോൾ അതിന് പങ്കുചേരാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ വർഷങ്ങളിൽ ഉളുഹിയത്തിൽ പങ്കെടുത്ത ആളുകൾ മുടങ്ങാതെ അതിൽ ഭാഗമാക്കാൻ ശ്രദ്ധിക്കണം. ഇനി ആർക്കെങ്കിലും പുതിയതായി ചേരാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെട്ട ഭാരവാഹികളെ ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഷെയർ എടുക്കണമെന്ന് ആമുഖം